നമസ്കാരം, ഞാൻ ആശാ ശേഖർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. കീശക്കേറുന്ന GST വന്നതോടെ സംസ്ഥാനത്ത് ഹോട്ടൽ ഭക്ഷണത്തിന് വില ഉയരുമെന്ന് വ്യക്തമാക്കി തോമസ് ഐസക്. ഹോട്ടൽ ഉടമകളുമായി ധനമന്ത്രി നടത്തിയ ചർച്ചയിൽ ഭക്ഷണവില കൂട്ടാൻ അനുമതി. AC റെസ്റ്റോറന്റുകളിൽ നിരക്ക് വർധന 10%, നോൺ ACയിൽ 5%. കോഴിവില തിങ്കളാഴ്ച മുതൽ 87 രൂപ ആക്കിയേ തീരൂ എന്ന് തോമസ് ഐസക്കും നടപ്പാക്കില്ലെന്ന് വ്യാപാരികളും. ഉൽപാദന ചെലവ് പരിഗണിക്കാതെയുള്ള മന്ത്രിയുടെ നീക്കം ഏകപക്ഷീയമെന്ന് ഓൾ കേരള ചിക്കൻ ഡീലേഴ്സ് അസോസിയേഷൻ. തിങ്കളാഴ്ച മുതൽ കുറഞ്ഞ വിലയ്ക്ക് ചിക്കൻ ലഭ്യമാക്കിയില്ലെങ്കിൽ പൊതുജനം ഇടപെടുമെന്ന് വ്യാപാരികൾക്ക് ധനമന്ത്രിയുടെ മുന്നറിയിപ്പ്. ചരക്കുസേവന നികുതിയെക്കുറിച്ചുള്ള വ്യാപാരികളുടെ ആശങ്ക ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് AC മൊയ്തീൻ. GST നിലവിൽ വന്നതോടെ വ്യവസായ മേഖലയിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി സംസ്ഥാന സർക്കാർ പഠനം നടത്തും. കേന്ദ്രം നികുതി നടപ്പാക്കിയത് മുന്നൊരുക്കങ്ങളില്ലാതെയെന്നും വ്യവസായ മന്ത്രി. ക്രൂരതയിൽ വ്യക്തത തേടി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് വ്യാപിപ്പിച്ച് പോലീസ്. നിലവിലെ അന്വേഷണം ദിലീപുമായി അടുത്ത ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ച്. നടിയുടെ മുൻ അഭിമുഖങ്ങളെക്കുറിച്ചും പരിശോധന. സംഭവത്തിൽ തെളിവുകൾക്ക് കൂടുതൽ വ്യക്തത വരുത്തി പോലീസ്. പൾസർ സുനി ബ്ലാക്ക്മെയിൽ ചെയ്തെന്ന ദിലീപിന്റെയും നാദിർഷായുടെയും പരാതിയിൽ ദുരൂഹതയെന്ന് അന്വേഷണ സംഘം. ജയിലിൽ നിന്ന് സുനി തുടർച്ചയായി വിളിച്ചിട്ടും താരങ്ങൾ പരാതിപ്പെട്ടത് ആഴ്ചകൾക്ക് ശേഷം. ദുരൂഹതയിൽ ഉടൻ വ്യക്തത വരുത്തുമെന്നും പോലീസ്. പ്രതിയുടെ മൊഴിയിൽ ഗൂഢാലോചന വ്യക്തമെങ്കിലും അവ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താനായില്ലെന്ന് പോലീസ്. പ്രതികളെ ഒന്നിച്ച് ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷ. നിലവറയിൽ നിലപാട് അറിയിച്ച്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറ തുറക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ നിലവറ തുറക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി തിരുവിതാംകൂർ രാജകുടുംബം. ഇതുവരെ തുറന്നിട്ടില്ലാത്ത നിലവറ തുറക്കുന്നത് ദൈവഹിതത്തിനെതിരെന്ന് വാദം. സുപ്രീം കോടതി ഉത്തരവ് തെറ്റായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലെന്നും വിശദീകരണം. നിലവറ 7 തവണ തുറന്നിട്ടുണ്ടെന്ന മുൻ CAG വിനോദ് റോയുടെ കണ്ടെത്തലിനോട് യോജിപ്പില്ല. മുൻപ് പരിശോധിച്ചത് നിലവറയുടെ പൂമുഖത്തുള്ള ചെറിയ അറ. ഈ ആന്റി ചേംബറിനെ B നിലവറയായി തെറ്റിദ്ധരിക്കുകയാണ്. നിലവറ തുറക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന് രാജകുടുംബം ഉത്തരവാദിയായിരിക്കുകയില്ലെന്നും വാദം. ലാലുവിന്റെ വാദങ്ങൾ. ബിനാമി വസ്തു ഇടപാടിൽ CBI റെയ്ഡ് ശക്തമാക്കിയതിനു പിന്നാലെ വിശദീകരണവുമായി ലാലു പ്രസാദ് യാദവ്. തനിക്കെതിരായ നീക്കം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയ വൈരാഗ്യവും ഗൂഢാലോചനയും. ഇപ്പോൾ നടക്കുന്നത് പുതിയ രാഷ്ട്രീയ സഖ്യം രൂപീകരിച്ചതിലെ പകരം വീട്ടൽ. നരേന്ദ്രമോദി പോകുന്നത് ഏകാധിപത്യത്തിലേക്കെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തെ ഭയക്കുന്നില്ലെന്നും ലാലു. ബിനാമി ഇടപാടിൽ ലാലു പ്രസാദിന്റെ മകൾ മിസ ഭാരതിയുടെ ഡൽഹിയിലെ ഓഫീസിലും ഫാം ഹൌസിലും എൻഫോഴ്സ്മെന്റ് റെയ്ഡ്. ലാലുവിന്റെ കുടുംബത്തിലെ ബിനാമി സ്വത്തുക്കൾക്ക് ആധാരവില 9.32 കോടിയെങ്കിലും ഇപ്പോഴത്തെ വിപണി വില 180 കോടിയോളം വരുമെന്ന് ആദായ നികുതി വകുപ്പ്. ചൈനയ്ക്ക് ആശങ്ക. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം രൂക്ഷമാകവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ മ്യാൻമർ സൈനിക മേധാവി മിൻ ഓങ് ഹ്ലെയിങ് ഇന്ത്യയിലേക്ക്. 8 ദിവസത്തെ സന്ദർശനത്തിനായി എത്തുന്ന മേധാവി മോദിക്ക് പുറമെ പ്രതിരോധ സാമ്പത്തിക മന്ത്രിമാരുമായും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും കൂടിക്കാഴ്ച നടത്തും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഇന്ത്യയിലുള്ള ചൈനീസ് പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ചൈനീസ് എംബസി. പൗരന്മാർ വ്യക്തി സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രദേശത്തെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്നും മുന്നറിയിപ്പ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.